Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. വാക്കുകൾക്ക് ക്രിയേറ്റീവ് പവറുണ്ട്. യുവർ മിറക്കിൾ ഈസ് ഓൺ യുവർ ടങ്. അത്ഭുതം നിങ്ങളുടെ നാവിൽ തന്നെ. അത്ഭുതമെന്ന് പറയുന്നത് നമ്മുടെ നാവിനകത്തുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. സദൃശവാക്യം 12-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ, തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും. നമ്മുടെ വായുടെ ഫലത്താൽ നമ്മൾ തന്നെ നന്മ അനുഭവിച്ച് തൃപ്തനാകും. നമുക്ക് ദൈവം തന്നിരിക്കുന്ന വായ വേറൊരാളെ തകർക്കാനല്ല, വേറൊരാളെ പണിയാനാണ്. ദൈവം തന്ന വായ, നമ്മുടെ വാക്കുകൾ വേറൊരാൾക്ക് സന്തോഷം പകരാനാണ്, വേറൊരാൾക്ക് നന്മ പകരാനാണ്, വേറൊരാൾക്ക് ആശ്വാസം പകരുവാൻ വേണ്ടിയുള്ളതാണ്. സദൃശവാക്യം 18-20 വായിക്കുമ്പോൾ, വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും. നമ്മുടെ ഉദരം നിറയും. എങ്ങനെ? നമ്മുടെ വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും. ഉദരം നിറയുവാൻ നമ്മുടെ വായുടെ ഫലം, വായ് എന്ത് പുറപ്പെടുവിക്കുന്നോ അതാണ് നമുക്ക് നന്മ കൊണ്ടുവരുവാൻ ഇടയാകിത്തീരുന്നത്. യുവർ ലൈഫ് ഗെറ്റ്സ് ഫിൽഡ് വിത്ത് ദ ഫ്രൂട്ട് ഓഫ് യുവർ വേർഡ്സ്. നിങ്ങളുടെ വാക്കുകളുടെ ഫലം കൊണ്ട് നിങ്ങളുടെ ജീവിതം നിറയുന്നു എന്നവിടെ എഴുതിയിരിക്കുന്നു. ബിലീവ് വാട്ട് യു സേ വിൽ കം ടു പാസ്. നിങ്ങൾ പറയുന്നത് നടക്കുമെന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ വാക്കുകൾ നല്ലതായിരുന്നാൽ നിങ്ങൾ എന്തു പറയുന്നോ അത് സംഭവിക്കും. അതിന് യാതൊരു സംശയവും ഇല്ല. കർത്താവായ യേശുവിനെ പരീശന്മാരും മറ്റുള്ള പലരും എന്തെല്ലാം പറഞ്ഞു, എന്തെല്ലാം വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു. ഇതൊന്നും കേട്ടിട്ട് കർത്താവ് തൻ്റെ ശുശ്രൂഷ നിർത്തിയില്ല. കർത്താവ് തൻ്റെ ശുശ്രൂഷയിൽ അതിശക്തമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. പറഞ്ഞവരുടെ എല്ലാം ജീവിതം തീർന്നു. എന്നാൽ യേശുവിൻ്റെ ശുശ്രൂഷ പിന്നെയും ഭൂമിയിൽ നടന്നുകൊണ്ടിരുന്നു. യേശു തീർന്നു, യേശുവിൻ്റെ മിനിസ്ട്രി തീർന്നു എന്നെല്ലാം പരിഹസിച്ചപ്പോഴും യേശു, പിതാവ് പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്, 3-ാം നാൾ കല്ലറയിൽ നിന്ന് ഉയർക്കും. യേശു പിതാവിൻ്റെ വാക്കിൽ വിശ്വസിച്ചു. പിതാവ് എന്തു പറഞ്ഞോ ആ വാക്കുകൾ ഫുൾഫിൽ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നിങ്ങളുടെ വാക്കുകൾ സ്വർഗത്തിൽ കേൾക്കുന്നു. യുവർ വേർഡ്സ് ആർ ഹേർഡ് ഇൻ ഹെവൻ. നമ്മളിവിടെ ഭൂമിയിൽ ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ ഓർത്തോണം, അത് സ്വർഗത്തിൽ കേൾക്കുന്നു എന്ന്. നാം നിസ്സാരമായി പറയുന്ന, മറ്റുള്ളവരെ പരിഹസിക്കുന്ന, കളിയാക്കുന്ന, ദുഷിക്കുന്ന എല്ലാ വാക്കുകൾക്കും നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമുക്ക് തോന്നും താൽക്കാലികം ഇതൊരു രസമാണ്, താൽക്കാലികമായി ജയിച്ചു എന്ന് നമുക്ക് തോന്നും. എന്നാൽ നിങ്ങളുടെ വാക്കുകൾ അത്ഭുതം നിങ്ങളുടെ നാവിൽ തന്നെ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ നാവിൽ അത്ഭുതമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. നിങ്ങൾ നിങ്ങളുടെ വായ് കൊണ്ട് ചിലത് ഡിക്ലെയർ ചെയ്തു, അതെല്ലാം സംഭവിക്കും. തൻ്റെ വാക്കുകളുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും. നിങ്ങളുടെ വായ വേറൊരാൾ നിങ്ങളെ എന്തും പറയട്ടെ, നിങ്ങൾക്ക് തിരിച്ചു പറയാൻ ഒന്നും കാണത്തില്ല. പക്ഷേ നിങ്ങളുടെ വാ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നതായി മാറട്ടെ. ഈ ദൂത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ തീരുമാനത്തിലേക്കും പ്രതിഷ്ഠയിലേക്കും കൊണ്ടുവരുവാൻ കാരണമായി തീരട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി തീരുക. ഞങ്ങളുടെ കർത്താവേ, ഇന്ന് കേൾക്കപ്പെട്ട ഈ വചനത്തിൻ്റെ മുൻപിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. യേശുവേ, അങ്ങയുടെ വലിയ വിടുതൽ, അങ്ങയുടെ മഹത്വം, അങ്ങയുടെ പ്രവൃത്തി ഇന്ന് തന്നെ ആരംഭിക്കണമേ. ഞങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് വിശ്വസ്തതയുള്ളതും അത് ഫെയ്ത്ത്ഫുള്ളായിട്ടുള്ളതും വിശുദ്ധമായതും ഒക്കെ ആയിരിക്കാൻ ഇടയാക്കണം. മറ്റുള്ളവരെ പരിഹസിക്കുന്നതും മറ്റുള്ളവരെ തകർക്കാൻ ഉപയോഗിക്കുന്നതും ആയി തീരരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി തീരുവാനിടയാക്കണം. ഈ വചനം ആരെല്ലാം കേൾക്കുന്നോ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹം സംഭവിപ്പാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ഐ ലവ് യു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.